കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ആമേൻ എല്ലാ അഭിഷക്തന്മാർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 21 അതിൻ്റെ 7-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 21 അതിൻ്റെ 7-ാമത്തെ വാക്യം. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലങ്ങാതിരിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ്. നമുക്കറിയാം, ദാവീദ് രാജാവ് സ്തോത്രം ഇവിടെ പറഞ്ഞ ഒരു പദമാണ്. രാജാവ് യഹോവയിൽ എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. അപ്പോൾ രാജാവായിരിക്കുമ്പോൾ ആരെയും ആശ്രയിക്കാതിരിക്കേണ്ട, ഞാൻ രാജാവല്ലേ എന്നല്ല അവിടെ ദാവീദ് എഴുതിയിരിക്കുന്നത്. താൻ രാജാവാണെന്നൊരു ബോധ്യം തനിക്കുണ്ട്. പക്ഷേ ഈ രാജകസേരയിൽ ഞാൻ വരുവാൻ അതെൻ്റെ മിടുക്കല്ല. സ്തോത്രം. ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യഹോവയായ ദൈവം ദാവീദിനെ വനാന്തരങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ അരുളപ്പാട് അറിയിച്ചപ്പോൾ, സ്തോത്രം, ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, ആ അരുളപ്പാട് അറിയിക്കുന്ന സമയത്ത് കാട്ടിലായിരുന്ന ദാവീദിനെ വളരെ വേഗത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ മുൻപാകെ ജ്യേഷ്ഠന്മാരുടെ, അമ്മയുടെ, അപ്പൻ്റെ, ബന്ധുജനത്തിൻ്റെ മുൻപാകെ കൊണ്ടു നിർത്തി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശമൂവേൽ പ്രവാചകനിൽ കൂടി ദാവീദിനെ ഇസ്രായേലിലെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അതുവരെ ഉള്ള ഒരാട്ടിടയൻ്റെ ജീവിതം മാറുകയാണ്. സ്തോത്രം. അതുവരെ താൻ ചെയ്തു വന്ന ആ ആടുകളെ മേയ്ക്കുന്ന ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒരു മാറ്റം ദൈവം നൽകുകയാണ്. അന്നവൻ 100 ആടുകളെ മേച്ചെങ്കിൽ അവന് ഏൽപ്പിച്ചത് ലക്ഷക്കണക്കിന് ജനത്തെയാണ്. ആ 100 ആടുകളിൽ, അല്ലെങ്കിൽ 50 ആടുകളിൽ, അല്ലെങ്കിൽ 5000 ആടുകളിൽ അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനെ ഏൽപ്പിച്ചത് ലക്ഷങ്ങളെയാണ്. ഇന്ന് പകലിൽ ദാവീദിനെ ദൈവം വനാന്തരങ്ങളിൽ നിന്നെടുത്ത് ഇസ്രായേലിൽ കിടക്കുന്ന ജനത്തെ മുഴുവനും, സകല നഗരങ്ങളും, സകല കുടുംബങ്ങളെയും ദാവീദിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചതിൽ കാര്യം എന്നറിയാമോ? ദാവീദിനെ തൻ്റെ അപ്പൻ ഏൽപ്പിച്ച ആടുകളിൽ അവൻ വിശ്വസ്തനായിരുന്നു. സ്തോത്രം. ഇന്ന് പകലിലും കർത്താവ് ഓരോ കുടുംബങ്ങളിലും വിശ്വസ്തന്മാരെ തിരയുന്നു. ഉടബൽക്കമന ജൂഡമനാരകൽക്കനാദി. ഓരോ കുടുംബങ്ങളിലും വിശ്വസ്തന്മാരെ എൻ്റെ കർത്താവ് ഇന്ന് പകലിൽ തിരയുകയാണ്. ഈ മെയ് മാസം 15-ാമത്തെ ദിവസം, ആമേൻ, പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ആലോചന കൈമാറുന്നു. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ഒരു രാജകസേരയിലേക്ക് എന്നേക്കുമായി നിയമിക്കപ്പെടുന്ന ഒരുത്തൻ നിന്റെ കുടുംബത്തിനകത്തുണ്ട്. അവനിപ്പോൾ കിടക്കുന്ന പുറംചേറ്റില. അവന് വീട്ടിൽ നിന്ന് ഒരു അധികാരവും ഒരു അവകാശവും ഒരു സ്നേഹവും കിട്ടാതെ അലഞ്ഞു നടക്കുന്ന, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരുത്തൻ വനാന്തരങ്ങളിൽ പാട്ടും പാടി തൻ്റെ അപ്പനേൽപ്പിച്ച ആടുകളെ മേയ്ക്കുന്ന ദാവീദിനെ രാജാവാക്കിയ കർത്താവായ യഹോവയായ ദൈവം ഇന്ന് പകൽക്കാലം ആമേൻ വിളിച്ചു പറയുന്ന പ്രവചന ശബ്ദം, ആരുടെയൊക്കെ ഭവനങ്ങളുടെ സ്ഥിതികൾ ദൈവം മാറ്റാൻ പോകുന്നു. ആരുടെയൊക്കെ ഭവനങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഇതാ സബലീകരിക്കാൻ പോകുന്നു. ചില മണ്ഡലങ്ങൾ നിങ്ങൾക്ക് നേരെ തുറക്കാൻ പോകുന്നു. അത് വലിയതും വിശാലവുമായ ചില വാതിലുകൾ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ ദൈവജനം കരഞ്ഞതും ദൈവജനം ഉപവസിച്ചതുമായ വിഷയങ്ങളിൽ ചില രാജാക്കന്മാരുടെ കസേരകൾ ലഭിക്കുന്ന, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു വലിയ ആമേൻ സ്തോത്ര പ്രവചന ശബ്ദം ഇന്ന് പകലിൽ കൈമാറുകയാണ്. കേട്ടോ, സ്തോത്രം. നോക്കിയേ, ദാവീദ് നന്ദിയുള്ളവനായിരുന്നു. സ്തോത്രം. രാജാവായ ശേഷം, ഞാൻ രാജാവായല്ലോ,
എനിക്കിന് ദൈവത്തെ വേണ്ട, എനിക്കിന് ദൈവ ശബ്ദവും വേണ്ട, എനിക്ക് ഈ ലോകത്തിൽ ആരെയും ആശ്രയിക്കേണ്ട, കാരണം ഞാൻ രാജാവല്ലേ. അതല്ല അവിടെ എഴുതിയിരിക്കുന്നത്. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. കണ്ടോ? അപ്പോൾ രാജാവ് ആരിൽ ആശ്രയിക്കുന്നു? യഹോവയിൽ ആശ്രയിക്കുന്നു. ഇന്ന് പകലിൽ ആമേൻ 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവേ രാജാവിനെ നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ആരാ? രാജാവ്. അപ്പൊ യഹോവയിൽ ആമേൻ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ യഹോവയിൽ ബലപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരിക്കലും ആ മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയില്ല. സ്തോത്രം. ആമേൻ. അവിടെ വിദ്യാഭ്യാസമോ, അവിടെ വാക്ചാതുര്യമോ, അവിടെ പാരമ്പര്യമോ, അല്ലെങ്കിൽ അവിടെ ഉയർന്ന ആമേൻ പാണ്ഡിത്യമോ ഒന്നും അല്ല അവിടെ നോക്കുന്നേ. അത് മനുഷ്യൻ നോക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. നിനക്കെൻ്റെ മുമ്പിൽ നിൽക്കാൻ പ്രാഗൽഭ്യമുണ്ടോ എന്ന് മനുഷ്യൻ ചോദിക്കുന്നതാ. പക്ഷെ ദൈവം ഇന്ന് പകൽക്കാലം ചോദിക്കുന്നു, നീ വിശ്വസ്തനാണോ? എങ്കിൽ നിന്റെ തലയിൽ കിരീടം വയ്ക്കുന്ന ഒരു ദൈവം, അഭിഷേകം തൈലമൊഴിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ കുടിലിനകത്ത് ഇറങ്ങി വന്നിരിക്കുക. നിന്റെ കുടിലിനകത്ത് ഇറങ്ങി വന്നിരിക്കുക. നീ ആയിരിക്കുന്ന ആമേൻ, നിന്റെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, യാത്രയുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുക. ആമേൻ. ദൈവം നിനക്ക് വേണ്ടി ചിലത് ആമേൻ ഒതുക്കി വച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി നിന്റെ കരങ്ങളിൽ എത്തേണ്ട മണിക്കൂറുകളായിട്ടുണ്ട് എന്ന് ദൈവാത്മാവ് ഈ 15-ാമത്തെ ദിവസം ദൂത് പറയുകയാണ്. സ്തോത്രം. ദൈവകുഞ്ഞെ, മനുഷ്യൻ പലപ്പോഴും നമ്മെ തള്ളിക്കളയുമ്പോൾ, സ്നേഹിച്ചവർ പലപ്പോഴും നമ്മെ മാറ്റി നിർത്തുമ്പോൾ, ആമേൻ 7-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ യഹോവയിൽ ആമേൻ ദൃഢമായി ഒരു അടിസ്ഥാനമിടുകയാണ്. യഹോവയിൽ മാത്രം ഞാൻ അടിസ്ഥാനമിടാൻ പോകുകയാണ്. ആമേൻ. നോക്കൂ, 10-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 10-ാമത്തെ അധ്യായം നമ്മൾ ശരിക്ക് പഠിച്ചു വരുമ്പോൾ, അതിനകത്ത് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുക, സ്തോത്രം, ഞാൻ കുലുങ്ങുകയില്ല. സ്തോത്രം. ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. പറയാമോ ഇന്ന് പകൽക്കാലം? എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ത് ചെയ്യില്ല? കുലുങ്ങുകയില്ല. പ്രശ്നങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, വിഷയങ്ങൾ ഏറി വരട്ടെ, എന്നെ സ്നേഹിച്ചവർ, ഞാൻ ചേർത്ത് പിടിച്ചവർ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നാളെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവർ, ആമേൻ, അവരെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കട്ടെ, ആമേൻ, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. കാരണം ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല. ഹൃദയത്തിൽ നിന്ന് പകൽക്കാലം പറയാമോ, ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുലുങ്ങിപ്പോകത്തില്ല. ഇവിടെ പറയുന്നത് അവൻ കുലുങ്ങാതിരിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? രാജാവ് എന്ത് ചെയ്യും? അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. എന്ന ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. 365 ദിവസവും, ഒരു വർഷത്തിൽ 365 ദിവസവും, ആമേൻ, ഒരു ദിവസം 24 hours അവൻ എന്ത് ചെയ്യുന്നു? കുലുങ്ങത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങിപ്പോകത്തില്ല. ആമേൻ. മനഃപൂർവ്വമായി നമ്മെ തകർക്കാൻ നിൽക്കുന്ന, മനഃപൂർവ്വമായി നമ്മെ തേടിപ്പിടിച്ച് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ടാകും. പക്ഷേ നീ പേടിക്കണ്ട, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ വാതിൽ തുറന്നു വച്ചിരിക്കും. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറക്കും. കാരണം നീ വിശ്വസ്തനാണോ, ദൈവം നിന്റെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞത്, ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല. നിന്നെ കൊല്ലാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ ദേശത്തു നിന്ന് പറിച്ചു കളയുവാൻ, ആത്മഹത്യ എന്തിന് ജീവിച്ചിരിക്കണം? ആമേൻ. എങ്ങനെയെങ്കിലും ജീവനെ ആമേൻ അവസാനിപ്പിക്കണം, മതി, ഇനി മുമ്പിലോട്ടുള്ള യാത്രകൾ വേണ്ട എന്ന് നിന്നെക്കൊണ്ട് ഹൃദയത്തിൽ പറയിച്ച് ആ കൃത്യം ചെയ്യുന്നത് വരെ ശത്രു നിന്റെ ഭയത്തിൽ അമ്മാനമാടും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പറയണം, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല. കണ്ടോ? ദാവീദിന് ദൃഢമായൊരു തീരുമാനമാണ്, ഇനി ഒരു നാളും വീഴുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 16-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുക, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. കണ്ടോ? അനുഗ്രഹിക്കപ്പെട്ട ദൂത. ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു,
ആമേൻ, സ്തോത്രം. ദൈവത്തെ തൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നവനെ ഒരു ഫോട്ടോ എടുത്ത് ഫ്രണ്ട് വയ്ക്കാനല്ല, ഒരു പ്രതിമയുണ്ട്, സ്റ്റാച്ചു ഉണ്ടാക്കി വച്ചിട്ട് അതിൻ്റെ ആമേൻ ഫ്രണ്ടിൽ നിൽക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. നീ ദൈവത്തെ എപ്പോഴും നിന്റെ മുൻപിൽ നിർത്തണം. ഉടബൽക്കമന ജൂഡമനാരകൽക്കനാദി. കർത്താവ് എന്താ പറയുന്നത്? യുദ്ധം എനിക്കുള്ളത്, ഞാൻ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ, കർത്താവ് നിനക്ക് വേണ്ടി പരിച പിടിച്ചു കഴിഞ്ഞാൽ, അവൻ നിനക്ക് വേണ്ടി കുന്തമെടുത്തു കഴിഞ്ഞാൽ, അവൻ നിനക്ക് വേണ്ടി വാളെടുത്തു കഴിഞ്ഞാൽ, നീ ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. നീ പറയേണ്ടത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട്. എങ്ങനെ? എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല? പറഞ്ഞ 1000 വട്ടം പറഞ്ഞ ഇന്ന് പകൽക്കാലം, ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യില്ല? കുലുങ്ങിപ്പോകില്ല. നിന്റെ വിഷയം നീ അറിയുന്നതിനേക്കാൾ അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ചേർത്ത് പിടിച്ചവരെ ഒരിക്കലും നീ ഉപേക്ഷിക്കാതെയും തള്ളിപ്പറയാതെയും അവർക്ക് വേദനകൾ ഉണ്ടാക്കാതെയും മുൻപിലോട്ട് പോയാൽ ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെടും. ശമനപരഗതുനി. നിന്റെ കാര്യത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഇടപെടാൻ പോകുകയാണ്. നിന്നെ മനഃപൂർവ്വമായി തേജോവധം ചെയ്യുന്ന, നിന്നെ മനഃപൂർവ്വമായി വേദനിപ്പിക്കുന്ന, നിന്നെ മനഃപൂർവ്വമായി തള്ളിപ്പറയുന്ന, നിന്നെ മനഃപൂർവ്വമായി നിന്റെ വിഷയത്തിൽ നീ പോലും അറിയാതെ ഇടപെടുന്ന വ്യക്തികളോട് ഇന്ന് പകൽക്കാലം ഇടപെടാൻ പോകുക ദൈവം. കാരണം ദൈവത്തെ, കർത്താവിനെ നിന്റെ മുമ്പിൽ വച്ചത് കൊണ്ട്, എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. കർത്താവിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ മെയ് മാസം 15-ാം തീയതി വെള്ളിയാഴ്ച വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന എല്ലാ ജനത്തെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ അഭിഷക്തന്മാരെ ഏൽപ്പിക്കുന്നു, അഭിഷക്തന്മാരെ ഏൽപ്പിക്കുന്നു, പിതാക്കന്മാരെ ഏൽപ്പിക്കുന്നു, മാതാക്കന്മാരെ ഏൽപ്പിക്കുന്നു, യാത്രകൾ, വാഹനങ്ങൾ, സകലത്തെ ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാട്ട് കൃപയിൽ പൊതിയും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. കുലുങ്ങാതിരിക്കുക, കർത്താവിന് മുൻപിൽ വയ്ക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.